എന്താ വേണോ ഫാദർ? എനിക്ക് കുറച്ച് വെള്ളം വേണം. താങ്ക്സ്. നോക്കൂ ഫാദർ, എന്റെ കണക്കൂട്ടലിൽ തെറ്റിയിട്ടില്ല. എത്രയും വേഗം ഇത് പോലീസിൽ അറിയിക്കണം. പക്ഷേ ഇതിന്റെ പേരിൽ കുരിശു ചുമക്കേണ്ടി വന്ന ദാസനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഫാദർ. Good evening, Father. ഗുഡ് ഈവനിങ്. ആരാ? I am David Anthony Fernandez. Please get me Mr. Venugopalan on the line. ഹലോ മിസ്റ്റർ വേണു. കാര്യങ്ങൾ ഇപ്പോൾ വളരെ ലളിതമായിരിക്കുന്നു. ഈ പാവത്തിനെ മറന്നു കാണില്ലല്ലോ. ആ പഴയ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. രാംദാസ് എന്ന നിരപരാധിയെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഒരല്പം അത്യാഗ്രഹം കൊണ്ട് മാത്രം. രാംദാസിനെ രക്ഷിക്കാനുള്ള തെളിവ്, അതായത് മിസ്റ്റർ ഉദയവർമ്മ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. എവിടെ? എന്താ തിടുക്കമായോ? കാണിച്ചു തരാം. പക്ഷേ ദാസന്റെ ജീവന് പകരം എനിക്ക് വല്ലതും തരണം. ഞാൻ ചോദിക്കുന്നത് ആ കൊച്ചു പെട്ടി കാലത്ത് 7 മണിക്ക് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വന്നാൽ സത്യസന്ധമായ ഒരു ഡീൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. He is fine. Good morning, Mr. Verma. മിസ്റ്റർ വർമ്മ, മാന്യന്മാർക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും വിഷ് ചെയ്താൽ നന്ദി എന്നൊരു വാക്ക് പറയുക. എന്നോട് പരിഭവമായിരിക്കും. ഡയമണ്ട്സ് എന്റെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ശത്രുക്കളെ ഉണ്ടാക്കുക എന്നത് എന്റെ ഒരു ഹോബി മാത്രമാണ് മിസ്റ്റർ വർമ്മ. പക്ഷേ നിങ്ങളെ ഞാനൊരു ശത്രുവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ പറഞ്ഞയക്കുന്നത്. പിന്നെ കുറച്ചുനാൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചതിന്റെ ഓർമ്മയ്ക്കായി നമുക്കൊരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. പാവപ്പെട്ട രാംദാസിനെ കൊല്ലണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് പരസ്പരം സഹായിച്ചു കളയാം. പിന്നെ തോമസ് മാത്യു ആരാണെന്നൊരു സംശയം ബാക്കിയുണ്ട്, അല്ലേ? തോമസ് മാത്യു എന്ന പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മിസ്റ്റർ ഉദയവർമ്മ. എന്നെ പറ്റിക്കാൻ കമ്മീഷണറുടെ ഒരു അടവ്. അതിന്റെ ഫലം ആ പാവം കമ്മീഷണർ അനുഭവിച്ചു. ഓക്കെ, ലെറ്റ് us come to business. നാളെയാണ് വിധി. എല്ലാ തെളിവുകളും രാംദാസിനെതിരായതുകൊണ്ട് തീർച്ചയായും ആ പാവപ്പെട്ട കുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിക്കും. നമുക്ക് രാംദാസിനെ രക്ഷിക്കണ്ടേ? വേണം. ലുക്ക്, ഒരു മ്യൂച്വൽ ബിസിനസ്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുണ്ട്, ഡയമണ്ട്സ്. നിങ്ങൾക്ക് വേണ്ടത് എന്റെ കയ്യിലും, മിസ്റ്റർ വർമ്മ. എന്താ, വിശ്വാസമായില്ലേ? See this. ഓക്കെ. എപ്പോൾ? എവിടെ വെച്ച്? ന്യായമായ ചോദ്യം. വുഡ്സ് റോഡിൽ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. അവിടെ നാളെ കാലത്ത് 7 മണിക്ക് നമുക്ക് കാണാം. ബട്ട് അതിബുദ്ധിയൊന്നും കാണിക്കരുത്. ഓക്കെ? ബിസി ആൻഡ് സ്റ്റഡി. ഇനി എന്നെ രക്ഷിക്കാൻ ദൈവത്തിനോട് സാധ്യമല്ല ഫാദർ. ദയവ് ചെയ്ത് നിങ്ങൾ ആരും നാളെ കോടതിയിൽ വരരുത്. ദാസനെന്നൊരാളെ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളൂ. എനിക്കൊരു ഉപകാരം ചെയ്യുമോ ഫാദർ? പറയൂ. ഇന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ കാണാൻ വന്നിരുന്നു.
ഒത്തിരി നേരം കഴിഞ്ഞിട്ട് അവർ പോയി. ഇതുവരെ എന്റെ അമ്മയ്ക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫാദർ. എന്റെ മുറിയിൽ ചില്ലറകൾ ഇട്ട് വെച്ചേക്കുന്ന ഒരു പഴയ പെട്ടിയുണ്ട്. അതെങ്ങനെയെങ്കിലും എന്റെ അമ്മയ്ക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം ഫാദർ. ഇത്രയും നാൾ സാറിനെ ഉപദ്രവിച്ചതിൽ ഞങ്ങളോട് വിഷമം തോന്നരുത്. ഇല്ല. ഗുഡ് ബൈ. ഗുഡ് ബൈ. Goodbye. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് വളരെ സ്നേഹമുണ്ട്. എവിടെ മിസ്റ്റർ വർമ്മ? ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ആ ഡയമണ്ട്സ് തന്നിട്ട് മിസ്റ്റർ വർമ്മയെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. Don't move. അബദ്ധം കാണിക്കരുത്. Sorry, Mr. Fernandez. I'm going to take this. Don't move. Goodbye.
വേണുമോനെ ചക്കരക്കുട്ട ആ പെട്ടിയും കൊടുത്തേ, എന്നിട്ട് ഞാൻ പെണ്ണെ കൊണ്ട് പൊയ്ക്കോ പൊയ്ക്കോ കൊടുപോനെ. എന്റെ വാടാ ഇവിടെ വെടിയും പോകും. അനങ്ങരുത്. മിന്നൽ ബാബു, മിന്നൽ ബാബു. വേണു, നിനക്ക് വേണം ഇപ്പൊ എന്നെ കൊല്ലാം. ദേ, അവിടെ കോടതിയിൽ ഒരാളുടെ ജീവൻ അപകടത്തില. അവനെ രക്ഷിക്കുന്നോ അതോ എന്നെ കൊല്ലുന്നോ? സമയമില്ല. ഞാനാണ് വർമ്മയെ കൊന്നത്. ഞാനത് കോടതിയിൽ തുറന്നു പറയാം. മരിക്കുന്ന മനുഷ്യന്റെ വാക്കിന് നിയമത്തിന്റെ മുന്നിൽ വിലയുണ്ട്. വലിയ ഉപകാരം. വളരെ സ്തുത്യർഹമായ രീതിയിൽ ഈ കേസ് അന്വേഷണം നടത്തി യഥാർത്ഥ കൊലപാതകയെ കോടതി മുമ്പാകെ ഹാജരാക്കാനും സംഭവത്തിന്റെ സത്യാവസ്ഥ ചോർന്നു പോകാതെ തന്നെ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ചും സബ് ഇൻസ്പെക്ടർ ശ്രീ രാജഗോപാൽ കാണിച്ച ശുഷ്കാന്തി പ്രത്യേകം ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. ധനമോഹത്താൽ ഉന്മത്തനായ പ്രതി ബഹുമാന്യനും ആരാധ്യനുമായിരുന്ന ഉദയവർമ്മയെ നിഷ്കരുണം കൊല ചെയ്യുകയാണുണ്ടായത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. കോടതിയിൽ പ്രോസിക്യൂഷന് അനുകൂലമായി ഹാജരാക്കിയിരിക്കുന്ന സാക്ഷിമൊഴികളെയോ മറ്റ് തെളിവുകളെയും വിശ്വസിക്കാതിരിക്കാൻ തക്ക യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാനോ നിർദ്ദേശിക്കാനോ പോലും പ്രതിക്ക് കഴിഞ്ഞിട്ടില്ല. ഹലോ ഹലോ ഹലോ. അങ്ങനെ സംശയാതീതമായി കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി രാമദാസിനെ മരിക്കുന്നതുവരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചിരിക്കുന്നു. ഉദയവർമ്മയെ കൊന്ന യഥാർത്ഥ കുറ്റവാളി ഞാനാണ്. മരിക്കാൻ പോകുന്ന എന്റെ മൊഴി ദയവേത് ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കണമെന്ന് ഞാൻ കണ്ടു, എല്ലാം ഞാൻ കണ്ടു. ഐ ആം ദി വിറ്റ്നസ്, യുവർ ഓണർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. യുവർ ഓണർ, ഈ നിൽക്കുന്ന രാമദാസ് നിരപരാധിയാണ്. ആ കിടക്കുന്ന മനുഷ്യൻ കുറ്റവാളിയുമാണ്. ബഹുമാനപ്പെട്ട കോടതി ഇനി എന്താണാവോ ചെയ്യാൻ പോകുന്നത്?